നല്ല രുചികരമായ കൂർക്ക അച്ചാർ ഉണ്ടാക്കുന്ന വിധം. കൂർക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വാരി വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം കല്ലുപ്പിടുക, ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഇടുക, കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ഇതൊന്ന് ഒത്തിരി വെള്ളം ഒഴിക്കരുത്, കുഴഞ്ഞൊന്നും പോകരുത്. ഒന്ന് ഇളക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവണം, ഒത്തിരി വേവരുത് കേട്ടോ. ഇതിപ്പോൾ വെള്ളം പറ്റിയിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ വെച്ചിട്ടുള്ളൂ. ഇത് കൂർക്ക കുഴഞ്ഞൊന്നും പോകാതെ പാകത്തിന് വേവായിട്ട് ഒരല്പം വേവ് കുറച്ച് പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതല്പം ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ബാക്കി ചേരുവകളെല്ലാം ചേർക്കാം. ഇത് തണുത്തതിന് ശേഷം അല്പം ഉലുവാപ്പൊടി, അല്പം അച്ചാർ പൊടിക്ക് പകരം മുളക് പൊടിയാണെങ്കിലും മതി കേട്ടോ. നല്ല മുളക് പൊടി ഉണ്ടെങ്കിൽ അതായാലും മതി. അല്പം കാശ്മീരി ചില്ലി, ഇതിൻ്റെ കൂടെ കായം വറുത്ത് പൊടിച്ചതോ അല്ലെങ്കിൽ കായം പൊടിയോ നമുക്ക് ചേർക്കാം. എന്നിട്ട് അല്പ സമയം ഒന്ന് ഇളക്കി വെച്ചേക്കുക. അരപ്പൊക്കെ ചേർത്തിട്ട് ഇതൊരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ മൂത്തിട്ട് വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കണം. കടുക് ഇട്ട് പൊട്ടി അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, കറിവേപ്പില, പച്ചമുളക്, ചുവന്നുമുളക് ഇത്രയിട്ട് ഈ വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് ചുമന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് ഒരൽപ്പം പഞ്ചസാര ഇതിലേക്ക് ഇട്ടു. വിനാഗിരി ഒഴിച്ച് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. അത് കഴിയുമ്പോൾ നമുക്ക് അരച്ച് ചേർത്ത് വെച്ചിരിക്കുന്ന കൂർക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പ് ചേർത്ത് വെച്ചിരിക്കുന്ന കൂർക്ക വിനാഗിരിയിലേക്ക് ഇട്ടു. തിളച്ച വിനാഗിരിയിലേക്ക് ഇനി നമുക്ക് തീ ഓഫാക്കാം. എന്നിട്ട് ഇനി വേറൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ചൂടാറുമ്പോൾ ഉപയോഗിക്കാം. ഒരു ഉപ്പും മുളകൊക്കെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും ചേർക്കാം കേട്ടോ. ചൂടാക്കി ചേർത്താൽ മതി മുളക് പൊടിയൊക്കെ. ഉപ്പും വേണമെങ്കിൽ ആവശ്യത്തിന് ഇനി ചേർക്കാം. നമ്മുടെ കൂർക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുമ്പോൾ കുപ്പിയിലാക്കി വെച്ചിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാം.